Hello everyone, welcome to EduPod. എല്ലാവർക്കും മക്കളെ EduPodന്റെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ നാഫി. അപ്പോൾ നമ്മൾ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മുടെ സീരീസിലെ അടുത്ത വീഡിയോസ് നമ്മൾ കിടക്കുകയാണ്. അടുത്ത 2 ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സെറ്റ് ആക്കാൻ പോവാണ്. ചാപ്റ്റർ 3 and 4 കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ 3 and 4 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് ചോദിച്ചാൽ ഇത് മാത്രം പഠിച്ചാൽ പോരാ. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പബ്ലിക് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യട്ടോ. എടാ ഈ ഒരു ഇത് കണ്ടോ, ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്തേ, ഇതിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ട് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്ത് നിങ്ങൾ ആർക്കൊക്കെ അറിയാൻ നോക്കട്ടെ. ഇത് ഇങ്ങനെ ഒരു മാച്ച് ദ ഫോളോയിങ് ഈ ഒരു ചാപ്റ്ററിന് 2021 4 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ അറിയുന്നവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. പിന്നെ ഇവിടെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കണ്ടോ, കമ്പയർ ദ ഫീച്ചേഴ്സ് ഓഫ് ഓസ്ട്രോപിത്തേക്കസ് ആൻഡ് ഹോമോ. ഓസ്ട്രോപിത്തേക്കസിൻ്റെയും ഹോമോയുടെയും സവിശേഷതകൾ എന്ത് ചെയ്യാൻ, താരതമ്യം ചെയ്യാൻ എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ശ്രദ്ധിച്ചോ, ഓസ്ട്രോപിത്തേക്കസ് ആൻഡ് ഹോമോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹോമിനിഡ്സിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഓസ്ട്രോപിത്തേക്കസും, അതാണ് ഹോമോയും വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഓസ്ട്രോപിത്തേക്കസിന്റെ പ്രത്യേകത? സദേൺ എയ്പ്പ് അഥവാ ദക്ഷിണദേശത്തെ വാനരൻ അഥവാ തെക്കൻ കുരങ്ങ് എന്ന് വിളിക്കുന്നതാണ് ആരെ, ഓസ്ട്രോപിത്തേക്കസ്. അപ്പോൾ എന്താ ഓസ്ട്രോപിത്തേക്കസ് എന്ന് പറഞ്ഞാൽ സദേൺ എയ്പ്പ് അഥവാ ദക്ഷിണദേശത്തെ വാനരൻ അഥവാ തെക്കൻ കുരങ്ങ് എന്ന് വിളിക്കുന്നതാണ് ആരെ, ഓസ്ട്രോപിത്തേക്കസിനെ കേട്ടോ. എയ്പ്സ് അഥവാ ആൾക്കുരങ്ങുകളുടെ ഒരുപാട് സവിശേഷതകൾ ആർക്കുണ്ട്, ഇവർക്കുണ്ട്. എയ്പ്സ് അഥവാ ആൾക്കുരങ്ങുകളുടെ ഒരുപാട് സവിശേഷതകൾ ആർക്കുണ്ട്, ഓസ്ട്രോപിത്തേക്കസിനുണ്ട് അല്ലേ. ഇവരുടെ പ്രത്യേകം എന്താ, സ്മോളർ ബ്രെയിൻ, ചെറിയ തലച്ചോറാണ്. ഹെവിയർ ജോസ് ആൻഡ് ലാർജർ ട്രീത്ത് അല്ലേ, വലിയ പിന്നെ പുറത്തേക്ക് ഉന്തിയ താടിയലും വലിയ പല്ലുകളും ഇവർക്കുണ്ട്. ഇവരുടെ ഫോസിൽ കിട്ടിയ സ്ഥലമാണ് ഇത്, ഈസ്റ്റ് ആഫ്രിക്കയിലെ ഒൽദുവായ് ഗോർജ് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ആ ഓസ്ട്രോപിത്തേക്കസ് എന്നാണ് പിന്നെ ഹോമോ ഉണ്ടായത്. ഹോമോ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ, മാൻ അഥവാ മനുഷ്യൻ എന്നാണ് കേട്ടോ. അവരുടെ പ്രത്യേകം എന്താ, ലാർജർ ബ്രെയിൻ. ഹോമോയുടെ പ്രത്യേകം എന്താ, ഓസ്ട്രോപിത്തേക്കസിന്റെ നേരെ ഓപ്പോസിറ്റാ. ഓസ്ട്രോപിത്തേക്കസിന് സ്മോളർ ബ്രെയിൻ, ചെറിയ തലച്ചോറാണെങ്കിൽ ഹോമോക്ക് എന്താ, ലാർജർ ബ്രെയിൻ അഥവാ വലിയ തലച്ചോറാണ്. ജോസ് വിത്ത് റെഡ്യൂസ് ഔട്ട്വേർഡ് പോസ്ട്രേഷൻ ആൻഡ് സ്മോളർ ടീത്തിലെ ചെറിയ പല്ലുകളും കുറച്ച് ഉള്ളോട്ടേക്ക് നിൽക്കുന്ന താടിയെല്ലും ആരുടെ പ്രത്യേകതയാണ്, ഹോമോയുടെ പ്രത്യേകതയാണ്. ഈ ഓസ്ട്രോപിത്തേക്കസ് താമസിച്ചത് എവിടെയാണ്, കാടുകളിലാണെങ്കിൽ ഹോമോ താമസിച്ചത് എവിടെയാണ്, മിഡോസ് അഥവാ പുൽമേടുകളാണ്. മനസ്സിലാക്കി സെറ്റാക്കി വെക്കാം. ഇനി ഈ ഹോമോയെ തന്നെ നമ്മൾ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹോമോ എന്ന് പറഞ്ഞാൽ എന്തുണ്ട്, 3 കാറ്റഗറി ഉണ്ട്. ഏതൊക്കെയാണ് ഹോമോൻ്റെ 3 കാറ്റഗറി? ഒന്ന് ഹോമോ ഹാബിലിസ്, ടൂൾ മേക്കേഴ്സ് എന്ന് വിളിക്കുന്ന ഹോമോ ഹാബിലിസിലെ പണിയായ നിർമ്മാതാക്കൾ എന്ന് വിളിക്കുന്ന ഹോമോ ഹാബിലിസ് ഉണ്ട്. ഹോമോ ഇറക്റ്റസ്, അപ്രൈറ്റ് മാൻ അഥവാ നിവർന്ന മനുഷ്യൻ എന്ന ഹോമോ ഹാബിലിസ് ഉണ്ട്. ഹോമോ സാപ്പിയൻസ്, വൈസ് മാൻ അഥവാ ബുദ്ധിമാൻ എന്ന് പറയുന്ന ഹോമോ സാപ്പിയൻസ് ഉണ്ട്. ഇത് 3 എന്താണ്, ടൈപ്സ് ഓഫ് ഹോമോയാണ്. ഇനി അടുത്തത് ഹൊമിനോയിഡുകളും ഹോമിനിഡുകളും തമ്മിലുള്ള വ്യത്യാസം. ഇത് 4 മാർക്കിന് എക്സാമിന് ചോദിച്ചാട്ടോ, ഹൊമിനോയിഡുകളും ഹോമിനിഡുകളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ശ്രദ്ധിക്കണേ, എന്താണ് ഹൊമിനോയിഡിൻ്റെ പ്രത്യേകത? സബ് ഗ്രൂപ്പ് ഓഫ് പ്രിമേറ്റ്, പ്രിമേറ്റുകളുടെ ഒരു ഗ്രൂപ്പാണ് എന്ത്, ഹൊമിനോയിഡ് എന്ന് പറഞ്ഞാൽ. ഇവർക്കും സ്മോളർ ബ്രെയിൻ, ചെറിയ തലച്ചോറാണ്. ലാർജർ ബോഡി, വലിയ ശരീരമാണ്. അത് മാത്രമല്ല എന്തുണ്ട്, ദേ ആർ കോഡ്പേഡ്സ് അഥവാ നാൽക്കാലികളായിരുന്നു. നമ്മൾ കുരങ്ങന്മാരൊക്കെ പോലെ നാൽക്കാലികളായിട്ടുള്ള ആളുകളായിരുന്നു ആര്, ഹോമിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ. ദ ഡസൻ ഹാസ് സ്പെഷ്യലൈസേഷൻ ഫോർ ഹാൻഡ്സ്, കൈകൾക്ക് വഴക്കമോ വൈദഗ്ധ്യമോ ഇല്ല. കൈകൾ ഇങ്ങനെ തിരിക്കാനോ മറക്കാനോ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആർക്ക്, ഹോമിനോയിഡ്സിന്. ആ ഹോമിനോയിഡ്സിൽ നിന്ന് ഉണ്ടായതാണ് ഇത് ഹോമിനിഡ്സ് എന്ന് പറഞ്ഞാൽ. അപ്രൈറ്റ് പോസ്റ്റർ, ഇവർ നിവർന്ന് നിൽക്കുന്ന ആളുകളാണ്. ബൈപ്പഡൽ ലോക്കോമോഷൻ, ഇരുകാലികളാണ്. ഇവരിങ്ങനെ 2 കാലിൽ നടക്കുന്ന ആൾക്കാരാണ്. ലാർജർ ബ്രെയിൻ, വലിയ തലച്ചോറായിരുന്നു. സ്പെഷ്യലൈസേഷൻ ഓഫ് ഹാൻഡ്, കൈകൾക്ക് എന്തുണ്ട്, വഴക്കവും വൈദഗ്ധ്യവും ഉണ്ട്. കൈകൾക്ക് തിരിക്കാനും മറക്കാനൊക്കെ പറ്റും. അപ്പോൾ ഹോമിനോയിഡ്സിൻ്റെ ഫീച്ചേഴ്സും ഹോമിനിഡ്സിൻ്റെ ഫീച്ചേഴ്സും പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സ്റ്റഡി ടിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും മോട്ടിവേഷൻ അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയക്കട്ടെ. അപ്പോൾ nafi.edupod എന്താണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രം, എജുപോലുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയക്കട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 3 ways by which early humans obtained food. ആദിമ മനുഷ്യർക്ക് ഭക്ഷണം ലഭിച്ച 3 വഴികളാണ്. അപ്പോൾ ഏർലി ഹ്യൂമൻസ്, ആദിമ മനുഷ്യർ ഭക്ഷണം ശേഖരിച്ച വഴിയിൽ ഒന്നാമത്തെ എന്തായിരുന്നു, സ്കാവെഞ്ചിങ് ആയിരുന്നു. എന്താണ് സ്കാവെഞ്ചിങ് എന്ന് പറഞ്ഞാൽ, ചത്ത ജീവികളെ ഭക്ഷണമാക്കി ഉപയോഗിക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണെന്ത്, സ്കാവെഞ്ചിങ്. ഒന്ന് സ്കാവെഞ്ചിങ് ആയിരുന്നു. രണ്ടാമതെന്താ, ഹണ്ടിങ് ആണ്, വേട്ടയാടലാണല്ലേ. ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കാടുകളിൽ പോയി ഹണ്ട് ചെയ്യുക, വേട്ടയാടുന്ന രീതി ഇവർക്ക് ഉണ്ടായിരുന്നു. മറ്റൊരു രീതിയാണ് എന്ത്, ഗ്യാതറിങ്, പഴവർഗ്ഗങ്ങളൊക്കെ ശേഖരിക്കുന്ന രീതി, ഭക്ഷണ ശേഖരണം, മരങ്ങളിൽ നിന്നും വീണ് കിടക്കുന്ന പഴങ്ങളൊക്കെ ശേഖരിക്കുന്ന രീതി. പിന്നെ ഒന്ന് ഫിഷിംഗ് ആണ്, മീൻപിടുത്തമാണ്. ഈ രീതിയിലാണ് ഏർലി ഹ്യൂമൻസ് ഫുഡ് കളക്ട് ചെയ്തിരുന്നത്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി 2 ഡിഫറെൻറ്റ് വ്യൂസ് അബൌട്ട് ദ ഒറിജിൻ ഓഫ് മോഡേൺ മാൻ, ഗീവ് ആർഗ്യുമെൻറ്റ് ടു സപ്പോർട്ട് ദ വ്യൂ. ആധുനിക മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള 2 വ്യത്യസ്ത വീക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ഈ വീക്ഷണങ്ങളെ പിന്തുണയ്ക്കാനുള്ള വാദങ്ങൾ നൽകാൻ എക്സാമിന് എന്ത് ചെയ്യും, ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോ, 2
രീതികളുണ്ട്. അതായത് മനുഷ്യന്മാരെങ്ങനെയാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തിയെന്ന് പറയുന്ന രണ്ട് മോഡേൺ മെൻ, ആധുനിക മനുഷ്യൻ്റെ ഉത്ഭവവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് തിയറികളുണ്ട്. ഒന്നാമത്താണ് ഇത് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ അഥവാ പ്രാദേശിക തുടർച്ചാ മാതൃക. അപ്പോൾ ഇത് പറഞ്ഞാൽ എന്താ, ഹ്യൂമൻസ് ഇവോൾവ് സൈമിൾട്ടേനിയസ്ലി ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ് അല്ലേ. ആധുനിക മനുഷ്യർ പല പ്രദേശങ്ങളിലായിട്ടാണ് ഉത്ഭവിച്ചെന്ന് ഈ മാതൃക പറയുന്നത്. അതായത് ആഫ്രിക്കയിലും ഏഷ്യയിലൊക്കെ ഈ ഓസ്ട്രോപിത്തേക്കസ് ഹോമോയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പിന്നീട് നമ്മൾ ഇന്ന് കാണുന്ന ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ന്യൂ കാറ്റഗറി ആയിട്ട് മാറിയത്. അപ്പോൾ ആഫ്രിക്കയിലും ഏഷ്യയിലും യൂറോപ്പിലും സൗത്ത് അമേരിക്കയിലും നോർത്ത് അമേരിക്കയിലും ഒക്കെ അവിടെയുള്ള ഓസ്ട്രോപിത്തേക്കസ് ഹോമോയെ ഹോമോസാപ്പിയൻസ് അഥവാ ആധുനിക മനുഷ്യരായിട്ട് മാറിയെന്നാണ് പറയുന്നത് ഈ റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ അഥവാ പ്രാദേശിക തുടർച്ചാ മാതൃക. അതായത് ഓരോ ഇടങ്ങളിലുള്ള ഓസ്ട്രോപിത്തേക്കസ് ഹോമിനോയിഡ്സ് ഒക്കെ ആ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യരായിട്ട് മാറി എന്നാണ് ഇവർ പറയുന്നത്. ഇതിനുള്ള തെളിവായിട്ട് ഇവർ പറയുന്നത് എന്താ, ദർ ഈസ് റീജിയൻ ഡിഫറൻസ് ഇൻ ദ ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ ഹ്യൂമൻസിൽ. ആധുനിക മനുഷ്യരുടെ ശരീരത്തിൽ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഏഷ്യക്കാരെ പോലെയുള്ള ആഫ്രിക്കൻസിനെ പോലെയുള്ള യൂറോപ്യൻസിനെ പോലെയുള്ള അമേരിക്കൻസ്, അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അത് മാത്രമല്ല ഒരു മറ്റൊരു തെളിവായിട്ട് പറഞ്ഞത് എന്താ, ഒരേ സമയത്ത് കിട്ടിയ രണ്ട് ഫോസിൽ, ഒരേ പഴക്കമുള്ള ഒരേ കാലഘട്ടത്തിൽ കിട്ടിയിട്ടുള്ള രണ്ട് ഫോസിലാണ് ഇത് ഹോമോ നിയാൻഡർതാലൻസും ഹോമോ ഹൈഡൽബർഗിയൻസും. ഈ രണ്ട് ഫോസിലുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഇവർ എന്ത് പറയുന്നു, ഈ മനുഷ്യർ പലയിടങ്ങളിൽ ഉത്ഭവിച്ചു എന്ന് പറയുന്നു. എന്നാൽ റീപ്ലേസ്മെന്റ് മോഡൽ അഥവാ പകരം വെക്കൽ മാതൃക പറഞ്ഞത് എന്താ, ഹ്യൂമൻസ് ഒറിജിനേറ്റ് ഇൻ ആഫ്രിക്ക, മനുഷ്യർ ഉത്ഭവിച്ചത് എവിടെയാണ്, ആഫ്രിക്കയിലാണെന്ന് പറയുന്നത്. അപ്പോൾ റീപ്ലേസ്മെന്റ് മോഡൽ അഥവാ പകരം വെക്കൽ മാതൃക പറയുന്നത് എന്താ, ഹ്യൂമൻസ് ഒറിജിനേറ്റ് ഇൻ ആഫ്രിക്ക, മനുഷ്യർ ഉത്ഭവിച്ചത് എവിടെയാണ്, ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിൽ ഉത്ഭവിച്ച മനുഷ്യർ പിന്നെ പല ഭാഗത്തേക്കും സഞ്ചരിക്കുകയായിരുന്നു എന്ന് അവർ പറയുന്നത്. അതിനുള്ള തെളിവായിട്ട് ഇവർ പറയുന്നത് എന്താ, ഫസ്റ്റത്തെ മനുഷ്യൻ്റെ ഏറ്റവും പഴക്കം ചെന്ന ഫോസിൽ കിട്ടിയത് എവിടെ നിന്നാണ്, ആഫ്രിക്കയിലെ എത്യോപ്യയിൽ നിന്നാണ്. അതുമാത്രമല്ല ജനറ്റിക് ആൻഡ് അനാട്ടമിക്കൽ ഹോമോജനിറ്റിയിലെ മനുഷ്യരുടെ ജനിതകപരമായിട്ടും ശാരീരികപരമായിട്ടും മനുഷ്യർക്കുള്ള സാമ്യത, ജീനുകളുടെ എണ്ണത്തിലും ക്രോമസോമുകളുടെ എണ്ണത്തിലും ബാക്കി ശരീരഘടനയിലൊക്കെയുള്ള സാമ്യതയും ഇതിനൊരു തെളിവായിട്ട് ഇവർ കണക്കാക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്റർ 3 ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് എന്ന് പറഞ്ഞ ഈ മൂന്നാമത്തെ പാഠത്തിൽ നിങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് കേട്ടോ. ഇനി നമ്മൾ ചാപ്റ്റർ 4ലേക്ക് കടക്കുമ്പോൾ ഒരു വൺ വേർഡ് ഞാൻ കാണിക്കട്ടോ. ഇതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം. ഇതേപോലെയുള്ള വൺ വേർഡുകളൊക്കെ ഈ ഒരു ചാപ്റ്ററിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് മറ്റൊരു വൺ വേർഡാണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഇത് വേറൊരു വൺ വേർഡാണ്. ഇതിൻ്റെയും ആൻസർ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വൺ വേർഡുകൾ ചോദിക്കുമ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ ടൈപ്പ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കും കേട്ടോ. ഓക്കെ, അടുത്തത് ഉമയ്യദുകളുടെ ഭരണത്തെക്കുറിച്ചിട്ട് എക്സാമിന് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ. എന്താണ് ഉമയ്യദുകളുടെ ഭരണം, ആരാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്, മുആവിയാണ് അല്ലേ. 4ാമത്തെ ഖലീഫയായിരുന്നു. അലിക്ക് ശേഷം ഇസ്ലാമിക് എംപയറിൽ ഒരു ഡൈനാസി എസ്റ്റാബ്ലിഷ് ചെയ്താണ് ആര്, മുആവിയ CE 661 എസ്റ്റാബ്ലിഷ് ചെയ്ത ഈ ഒരു ഡൈനാസ്റ്റി CE 750 CE 750 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, നീണ്ടു നിന്നിട്ടുണ്ട് കേട്ടോ. ഈ ഉമയ്യഡ്സിൻ്റെ ക്യാപിറ്റൽ ഏതായിരുന്നു, ദമസ്കസ്, സിറിയയിലെ ദമസ്കസ് ആയിരുന്നു എന്ത്, ഈ ഉമയ്യഡ്സിൻ്റെ ക്യാപിറ്റൽ അഥവാ തലസ്ഥാനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവർ ബൈസന്റൈൻ സാമ്രാജ്യം റോമൻ സാമ്രാജ്യത്തിൻ്റെയൊക്കെ പോലെ ആഡംബരം അല്ലെങ്കിൽ ലക്ഷറി ലൈഫ് ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളായിരുന്നു ആര്, ഉമയ്യഡ്സ്. വലിയ വലിയ കൊട്ടാരങ്ങൾ നിർമ്മിക്കുകയും വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ ധരിക്കുകയും ചെയ്തിരുന്ന ആളുകളായിരുന്നു ആര്, ഉമയ്യഡ്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അതുമാത്രമല്ല ഈ ഉമയ്യഡ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ക്രിസ്ത്യൻസും സൊറാനിയൻസുമായിട്ടുള്ള ഉദ്യോഗസ്ഥരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഉമയ്യഡ്സിലെ ഏറ്റവും പവർഫുൾ റൂളർ ആയിരുന്നു ആര്, അബ്ദുൽ മലിക്. ഈ അബ്ദുൽ മലിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചാട്ടോ. റിഫോംസ് ഓഫ് അബ്ദുൽ മലിക്കിൻ്റെ പരിഷ്കാരങ്ങൾ. അബ്ദുൽ മലിക് ചെയ്ത കാര്യങ്ങൾ എന്താ, ഒന്നാമത്തെ എന്താ, അറബിക് വാസ് അഡോപ്റ്റഡ് ആസ് ദി ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലെ. അറബി ഭാഷയെ എന്ത് ചെയ്തു, ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ചു. രണ്ടാമത്തെ എന്താ, ബിൽഡ് ദ ഡോം ഓഫ് ദി റോക്ക് ഇൻ ജെറൂസലമിൽ ഡോം ഓഫ് ദി റോക്ക് പണി കഴിപ്പിച്ചു. മൂന്നാമത്തെ എന്താ, ഇംപ്ലിമെന്റഡ് ഇസ്ലാമിക് മോണിറ്ററി സിസ്റ്റം, ഇസ്ലാമിക നാണയ വ്യവസ്ഥ എന്ത് ചെയ്തു, നടപ്പിലാക്കി. ഇത് മൂന്നും ആര് ചെയ്തതാ, അബ്ദുൽ മലിക് ചെയ്ത കാര്യങ്ങളാട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ത്, അബ്ബാസി റെവല്യൂഷൻ. എന്താണ് ഈ അബ്ബാസി റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഉമയ്യഡ്സിനെ അധികാരത്തിൽ നിന്ന് മാറ്റി അബ്ബാസിഡ്സിനെ അധികാരത്തിലേക്ക് എത്തിക്കാൻ കാരണമായിട്ടുള്ള സംഭവത്തെ വിളിക്കുന്ന പേരാണ് എന്ത്, അബ്ബാസി റെവല്യൂഷൻ. CE 750 CE 750 ഈ അബ്ബാസി റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. ദവ എന്ന് പറഞ്ഞിട്ടൊരു മൂവ്മെന്റ് ആണ് എന്ത് ചെയ്തത്, ഈ അബ്ബാസി റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ അബ്ബാസി റെവല്യൂഷന് ശേഷമാണ് ഉമയ്യഡ്സ് അധികാരത്തിൽ നിന്ന് മാറി അബ്ബാസിഡ്സ് അധികാരത്തിൽ നിന്നത്. ഈ അബ്ബാസി റെവല്യൂഷൻ അഥവാ അബ്ബാസി വിപ്ലവം സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണ്, ഖുറാസാനിലാണ്. ഈ ഖുറാസാൻ എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഇറാനികളുണ്ട്, ഇറാഖികളായിട്ടുള്ള അറബികളും ഉണ്ട് കേട്ടോ. അപ്പം ഈ ഇറാനികളോടും ഇറാഖികളായിട്ടുള്ള അറബികളോടും പൊതുവെ ആർക്ക് എതിർപ്പുണ്ടായിരുന്നു, ഉമയ്യഡ്സ് അഥവാ ഉമയ്യദുകൾക്ക് എതിർപ്പുണ്ടായിരുന്നു. ഇറാഖികളായിട്ടുള്ള അറബികളോടും ഇറാനികളോടും ആർക്ക് എതിർപ്പുണ്ടായിരുന്നു, ഉമയ്യഡ്സിന് പൊതുവെ എതിർപ്പുണ്ടായിരുന്നു. ഇവർ 2ാം തരക്കാരായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇവർ പ്രവാചകൻ അമ്മാവനായിട്ടുള്ള അബ്ബാസിൻ്റെ പിൻതലമുറക്കാരെ കൂടെ കൂട്ടിച്ചേർന്ന് ഇവർ 3 ആളുകളും കൂടി ചേർന്ന് എന്ത് ചെയ്യാണ്, ഉമയ്യഡിലെ അവസാനത്തെ ഖലീഫയായ മർവാനെതിരെ ഒരു യുദ്ധം നടത്തി. ആ യുദ്ധത്തിൽ മർവാൻ തോൽക്കുകയും അങ്ങനെ
ഉമൈഡ്സിന് എന്നുള്ള ഗ്രൂപ്പ് മാറിയിട്ട് അബ്ബാസിഡ്സ് എന്ന പുതിയൊരു ഡൈനാസ്റ്റി വരികയും ചെയ്തു. ഇതിന് കാരണമായ സംഭവത്തെ വിളിക്കുന്ന പേരാണെന്ത്? അബ്ബാസി റവല്യൂഷൻ. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ മറ്റൊരു വൺ വേർഡ് ആണ്. ഈ വൺ വേർഡിന് ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ഇതേപോലുള്ള വൺ വേർഡുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കും. പിന്നെ ഈ ഒരു ചാപ്റ്റർ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണെന്ത്? പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് അബൌട്ട് ആസ്റ്റെക്സ്. ആസ്റ്റെക്കുകളെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാൻ. അപ്പോൾ ശ്രദ്ധിക്കണേ, ഈ മെക്സിക്കോയിലെ ശ്രദ്ധിക്കണേ എന്താടാ, മെക്സിക്കോ വാലി, മെക്സിക്കോ തായ്വരയിൽ ഉണ്ടായിട്ടുള്ള ഒരു വിഭാഗമാണ് ഇത് ആസ്റ്റെക്കുകൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ദ ആസ്റ്റെക് ബിൽറ്റ് എ മൈറ്റി എംപയർ ദർ. അവിടെ ഉണ്ടായിരുന്ന ഈ മെക്സിക്കോയിൽ ഉണ്ടായിരുന്ന ട്രൈബുകൾ അഥവാ ഗോത്രങ്ങളൊക്കെ തോൽപ്പിച്ചുകൊണ്ട് വലിയൊരു സാമ്രാജ്യം ആര് പടുത്തുയർത്തി? ആസ്റ്റെക്കുകൾ പടുത്തുയർത്തി. പിന്നെ അത് മാത്രമല്ല, ഇവരെന്താണ്, ആസ്റ്റെക് സൊസൈറ്റി വാസ് ഹൈറാർക്കിക്കൽ. അതായത് നമ്മൾ റോമൻ സാമ്രാജ്യത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരെന്തായിരുന്നു, സമൂഹം ഹൈറാർക്കിക്കൽ ആയിരുന്നു, ശ്രേണിബദ്ധമായിരുന്നു. ഇതിൽ ഏറ്റവും ടോപ്പ് വിഭാഗം ആരായിരുന്നു? നോബിൾസ് അഥവാ പ്രഭുക്കന്മാരായിരുന്നു. അന്നത്തെ പുരോഹിതന്മാരും അതുപോലെ രാജാവിൻ്റെ കീഴിൽ ഉദ്യോഗസ്ഥർ, അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു? ഈ പ്രഭുക്കന്മാരുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അതുമാത്രമല്ല, ഈ പ്രഭുക്കന്മാരായിരുന്നു എന്ത് ചെയ്തിരുന്നത്? ആ ആസ്റ്റെക് സമൂഹത്തിലെ പ്രധാനപ്പെട്ട പൊസിഷനിലൊക്കെ, അതായത് പുരോഹിതന്മാരും രാജാവിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ആളുകളുള്ള സ്ഥാനത്തൊക്കെ ആരായിരുന്നു? പ്രഭുക്കന്മാരായിരുന്നു. പിന്നെ അവർ രാജാവിനെ ദ റെപ്രസെൻറ്റേഷൻ ഓഫ് സൺ ഓൺ എർത്ത്, സൂര്യൻ്റെ ഭൂമിയിലുള്ള പ്രതിനിധിയായിട്ടാണ് ആരെ കണ്ടിരുന്നത്? രാജാവിനെ കണ്ടിരുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇവർക്ക് കൾട്ടിവബിൾ ലാൻഡ്, കൃഷി ചെയ്യാനുള്ള ഭൂമി കുറവായതുകൊണ്ട് തന്നെ ചിനാംബാസ് എന്ന് വിളിക്കുന്ന ആർട്ടിഫിഷ്യൽ ഐലൻഡ്, കൃത്രിമ ദ്വീപുകൾ പണി കഴിപ്പിച്ചിട്ടുള്ള ആളുകളായിരുന്നു ആര്? ആസ്റ്റെക് എന്ന് പറയുന്നത്. അതായത് ഇവരെന്ത് ചെയ്യും, മുള ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് മുളനെ കൊണ്ട് സാധനം ഉണ്ടാക്കും, ഒരു ചെങ്ങാടം പോലെ. അതിന് മുകളിൽ ചെളി നിറച്ച്, അതിന് മുകളിൽ മണ്ണ് നിറച്ച് അതിൽ കൃഷി ചെയ്തിരുന്ന രീതിയായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ആസ്റ്റെക്കിന് ഉണ്ടായിരുന്നു കേട്ടോ. ആസ്റ്റെക്കിൻ്റെ തലസ്ഥാനം ഏതായിരുന്നു? തെനോസിലാൻ ആയിരുന്നു. അവിടെ അവർ വലിയ വലിയ കൊട്ടാരങ്ങളും പിരമിഡുകളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർ ബീൻസ്, കോണ്, പംകിൻസ്, മാനുക്രൂട്ട്, അതായത് ഉരുളക്കിഴങ്ങ്, അതേപോലെ തന്നെ ചോളം, ബീൻസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇവരെന്ത് ചെയ്തിരുന്നു? കൃഷി ചെയ്തിരുന്നു. പിന്നെ ധാരാളമായിട്ട് വ്യാപാരികളും കച്ചവടം ചെയ്യുന്ന ആൾക്കാരും ആസ്റ്റെക് സമൂഹത്തിലുണ്ടായിരുന്നു. അത് നിങ്ങൾ ആസ്റ്റെക്കിനെ കുറിച്ച് ചോദിച്ചാൽ ഈ പോയിന്റ്സ് ഒക്കെ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പിന്നെ എക്സാമിന് ഈ ഒരു ചാപ്റ്റർ ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണെന്ത്? വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഓഫ് ദി ആസ്റ്റെക്? ആസ്റ്റെക്കുകളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ സവിശേഷത ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിന് ആസ്റ്റെക്കുകൾ നൽകിയ പ്രാധാന്യം നിങ്ങൾ പഠിച്ചു വെക്കണം. അതായത് ദ ആസ്റ്റെക് ഗേവ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ടു ദെയർ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്ന ആളുകളായിരുന്നു ആര്? ആസ്റ്റെക്കിലെ. ദേ വർ സെൻഡ് ഓൾ ദെയർ ചിൽഡ്രൻ ടു സ്കൂൾ. എല്ലാ കുട്ടികളെയും ഇവർ ഇങ്ങോട്ടേക്ക് അയച്ചിരുന്നു? സ്കൂളിലേക്ക് അയച്ചിരുന്നു. അപ്പോൾ ഇതിൽ പ്രഭുക്കന്മാരുടെ മക്കൾ പഠിച്ചിരുന്ന സ്കൂളിനെ വിളിക്കുന്ന പേരാണെന്ത്? കാൽമെക്കക്. ഓർത്ത് വെച്ചോ, നോബിൾസ് അഥവാ പ്രഭുക്കന്മാരുടെ മക്കൾ പഠിച്ചിരുന്ന സ്കൂളിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കാൽമെക്കക് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇവർക്ക് എന്താണ്? റിലീജിയസ് ഹെഡ്, മത നേതാക്കന്മാരും അതേപോലെ തന്നെ മിലിറ്ററി ഹെഡ്, സൈനിക നേതാക്കന്മാരും ഒക്കെ ആവാനുള്ള പരിശീലനമായിരുന്നു എവിടെ കൊടുത്തിരുന്നത്? ഇവിടെ കൊടുത്തിരുന്നത്. പിന്നെ കോമൺ പീപ്പിൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മക്കൾ പഠിച്ച സ്കൂളിന് വിളിക്കുന്ന പേരാണ് എന്ത്? ടെപ്പോ കെല്ലി. എന്താണ് വിളിക്കുക? ടെപ്പോ കെല്ലി എന്നാണ് വിളിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇവർക്ക് പിന്നെ ഈ വീട്ടുജോലി ചെയ്യാനും പട്ടാളക്കാരാവാനും കൃഷി ചെയ്യാനൊക്കെയുള്ള പിന്നെ ഒരു പരിശീലനമാണ് ഇവിടെ കൊടുത്തിരുന്നത് കേട്ടോ. ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ രണ്ട് ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. പക്ഷേ ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഇതിന് പുറമെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ കൂടി പഠിക്കണം. ഇതെന്താണ്? മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസാണ്. നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞതൊക്കെ. ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക, ഉഷാറായിട്ട് പഠിച്ചു വെക്കുക, സൂപ്പറായിട്ട് പഠിച്ചു വെക്കുക. നന്നായി പഠിക്കാൻ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തേടി വരും. ഇസ്റ്ററി എക്സാം സിമ്പിളായിരിക്കും. നിങ്ങൾ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പഠിക്കുക കേട്ടോ. എല്ലാം സെറ്റാക്കാൻ നമ്മൾ കൂടെയുണ്ട്. ഓൾ ദി ബെസ്റ്റ്.